അപ്പോൾ ചേച്ചി, നമ്മൾ ഈ ഓരോ സ്ഥലത്തെ കാര്യങ്ങളും, കാരണം പലയിടത്താണ് ഈ ഓണം ഇത്രയും കാലം ഇങ്ങനെ ആഘോഷിച്ച് പോരുന്നത് എന്ന് പറയുന്നു. കൂടുതൽ സമയവും ചെന്നൈയിലൊക്കെ ആയിരിക്കും പലപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഓണവിശേഷങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ഈ ചെന്നൈ മലയാളികളുടെയൊക്കെ ഓണാഘോഷം, പ്രത്യേകിച്ച് നമ്മുടെ സദ്യയൊക്കെ ആയാലും അതൊക്കെ എങ്ങനെയുണ്ട്? നമുക്കാണ് ഏറ്റവും അധികം വിഭവങ്ങൾ. അതിൽ പ്രഥമൻ എന്ന് പറയുന്നത് രണ്ടർത്ഥമാട്ടോ പ്രഥമൻ. ഈ പ്രഥമനല്ല, വിഭവങ്ങളിൽ പ്രഥമൻ ഇഞ്ചിക്കറി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 108 കറികൾക്ക് തുല്യമാണെന്നാണ് എൻ്റെ അമ്മ കഥകളിലൂടെ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അന്ന് വളരെ റെയറായിരുന്നു. ഇന്ന് യൂട്യൂബും കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കേരളത്തിലെ പുട്ട് അല്ലെങ്കിൽ കറികൾ എല്ലാം അവിയലൊക്കെ അങ്ങ് വന്നു. അന്ന് ഞങ്ങൾ കൊടുക്കും ഞങ്ങളുടെ അയൽപ്പക്കക്കാർക്ക്. അപ്പോൾ നായർ സാർ വീട്ടിലിരുന്ന് എനിക്ക് ഓണ സദ്യ വരുത്, സദ്യ എന്ന് പറഞ്ഞാൽ എന്നോട് സദ്യന്നേ പറയാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സന്തോഷമായിരുന്നു. ചേച്ചി 13-ാം വയസ്സിലാണല്ലോ ചേച്ചി സിനിമയിലേക്ക് വരുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ മികച്ച കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് വന്നതാണ്. സെറ്റിലല്ലേ ചേച്ചി കൂടുതൽ സമയം ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവുന്നത് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ഈ സെറ്റിലെ ഓണാഘോഷം? അത് സാധാരണ ഓണാഘോഷത്തേക്കാൾ ഗംഭീരമാണോ, അതോ അപ്പോഴൊക്കെയും വീട് മിസ് ചെയ്യുമായിരുന്നോ? ഇപ്പോഴും ഓണം സന്തോഷം തന്നെ. ഞാൻ 13 വയസ്സിൽ സിനിമ വന്നു കഴിഞ്ഞിട്ട് തെലുങ്ക് സിനിമയുടെ ഇടയ്ക്ക് ഓണം ആഘോഷിച്ചിട്ടുണ്ട്, തമിഴ് സിനിമയുടെ ഇടയ്ക്ക് ഓണം ആഘോഷിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ പറഞ്ഞവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. കുറേയൊക്കെ വെക്കും. പിന്നെ മലയാളം സിനിമകൾ തുടങ്ങിയതിന് ശേഷം മിക്കവാറും സെറ്റുകളിലായിരിക്കും കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട്, ഷൊർണൂര് ബാലു കിരിയത്ത് സംവിധായകൻ ബാലുച്ചേൻ്റെ സിനിമ വർക്ക് നടക്കുകയാണ്. കൗതുകം എന്നാണെന്ന് തോന്നുന്നു ഫിലിമിൻ്റെ പേര്. അപ്പോൾ ഷൊർണൂരാണ്, വേഗം തീർത്തേ പറ്റൂ, ഞാൻ വേറൊരു ഷൂട്ടിന് പോകണം. അപ്പോൾ ഓണത്തിന് ആരും വീട്ടിൽ പോയില്ല. ഒരു റോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് ഇരിക്കാൻ പോലും സമയമില്ല, പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് ഓണസദ്യ ഉണ്ണുക. അപ്പം അപ്പുറത്തെ വീട്ടിലൊരു അമ്മ ഒന്ന് ചോദിച്ചു, അയ്യോ കഷ്ടം, സിനിമയിലൊക്കെ അഭിനയിക്കുന്നു, ഒരുപാട് കാശൊക്കെ കിട്ടുന്നുണ്ട്, ഓണമായിട്ടൊന്ന് ഇലയിട്ടുണ്ടാൻ പോലുള്ള യോഗമില്ലല്ലോ കുട്ടി ഇതിനൊക്കെ എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചേ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല, കാര്യം കുടുംബമായിട്ടൊക്കെ ഇരിക്കാൻ ഒരു ദിവസമല്ലേ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓണങ്ങൾ, ഓണത്തിന് റിലീസാകുന്ന സിനിമകൾ, അങ്ങനെ എന്തായാലും സെറ്റുകളിലാണെങ്കിൽ പോലും ആ ഓണ ദിവസം വരുമ്പോഴത്തേക്കും ഓണം ആഘോഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴല്ലേ.